നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് റൊട്ടേഷനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു വാർഡ്രോബാണ് എടുത്തേക്കുന്നത്. ഞാൻ വാർഡ്രോബിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ വോളിൽ നിന്ന് മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മളിതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തതാണ്. ഇതിനകത്ത് ഇപ്പോൾ ടെക്സ്ചർ വന്നേക്കുന്നത് ഇതൊരു ഒറ്റ ഡോറാണ്. ഈ ഡോറിൽ ഒരിക്കലും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വുഡൻ ഗ്രെയിൻസ് വന്നിട്ട് നമ്മൾ പാനൽ കട്ട് ചെയ്യില്ല. നമ്മുടെ എപ്പോഴും ലെങ്ത് തന്നെ വെർട്ടിക്കൽ ആയിട്ടാണ്. നമുക്കിപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ടത് കൊണ്ട് ഇതിൻ്റെ ഗ്രെയിൻസ് പല ടൈപ്പിൽ വരാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് നമുക്ക് വരാറുണ്ട്. എനിക്കിപ്പോൾ വന്നേക്കുന്നത് ഫുള്ളും വെർട്ടിക്കൽ ആയിട്ടല്ല, ഹൊറിസോണ്ടൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ടൂൾ കിറ്റിൽ പോയിട്ട് റൊട്ടേറ്റ് ടെക്സ്ചർ ബ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ പബ്ലിക്കിൽ വന്നേക്കാണ്. പബ്ലിക്കിൽ വന്നിട്ട് ഇത് ഞാൻ ഇപ്പോൾ നോക്കുമ്പം എനിക്ക് ആ ഒരു ടൂൾ അവിടെ അവൈലബിൾ അല്ല. പകരം ഞാൻ കിച്ചൺ ആൻഡ് ബാത്തിലോ അതല്ലെങ്കിൽ ക്ലോസറ്റിലോ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാത്രം അത് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. റൊട്ടേറ്റ് ടെക്സ്ചർ ബ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണത്. ആ ടൂൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഏതൊരു പോർഷനിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ പോർഷൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് വെർട്ടിക്കലോട്ട് മാറാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ല, ഇപ്പോൾ വെർട്ടിക്കലായി. അപ്പം നമുക്ക് എല്ലാത്തിലും ഇത് പറ്റില്ല, പക്ഷെ വാർഡ്രോബിൽ നമുക്കിത് ഓപ്ഷനുണ്ട്. അത് സ്കേർട്ടിങ് നമുക്ക് റൊട്ടേറ്റ് മാറ്റി ഹൊറിസോണ്ടൽ ആക്കാൻ പറ്റും. ഇങ്ങനെയാണ് അപ്പം നമ്മുടെ പാച്ചസ്, വുഡൻ പാച്ചസ് വരുന്നത് ഇങ്ങനെയാണ്. തിരിച്ച് ഒന്ന് സെയിം ഇതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അത് വെർട്ടിക്കൽ എന്ന സംഭവം ഹൊറിസോണ്ടൽ ആയിട്ട് തിരിച്ച് പഴയതുപോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാം വെർട്ടിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾ കിറ്റ്. റൊട്ടേറ്റ് ടെക്സ്ചർ ബ്രഷ് എന്നാണ് അതിനെ പറയുന്നത്. ഇത് കിച്ചണിൽ എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യും. കിച്ചൺ ആൻഡ് ബാത്തിലും സെയിം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചൺ ആൻഡ് ബാത്തിൽ ഒരു ടൂൾ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കിച്ചൺ ആൻഡ് ബാത്തിൽ നിന്ന് ഞാനൊരു ക്യാബിനറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് മെറ്റീരിയൽ ബ്രഷ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം ചിലപ്പോൾ വെർട്ടിക്കലി വരും, ചില ടൈമിൽ മാത്രം ഹൊറിസോണ്ടലായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒരു ടൂൾ ഉണ്ട്. ആ ഒരു ടൂൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡോർ രണ്ടും വെർട്ടിക്കൽ ആക്കണമെങ്കിൽ വെർട്ടിക്കൽ ആക്കാം. കിച്ചൺ ആൻഡ് ബാത്തിൻ്റെ സൈഡ് നമുക്ക് മാറ്റാൻ പറ്റില്ല, ടെക്സ്റ്റ് ഗ്രെയിൻ മാറ്റാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ എല്ലാത്തിലും അത് അവൈലബിൾ ആവില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വാർഡ്രോബിൽ നമുക്ക് കുഴപ്പമില്ല. കിച്ചൺ ആൻഡ് ബാത്തിൽ നമുക്ക് സൈഡ് വേർഷൻ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഡോറ് മാത്രം നമുക്ക് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്കേർട്ടിങ് വരുമ്പോൾ സ്കേർട്ടിങ്ങിലും നമ്മൾ ഇതുപോലെ ടെക്സ്ചർ റൊട്ടേഷൻ ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴും വെർട്ടിക്കലായിട്ടാണ് വരാറ്. നമ്മൾ അതുകൊണ്ട് അതിനകത്ത് നമുക്ക് റൊട്ടേഷൻ മാറ്റാനായിട്ട് പറ്റാറില്ല. ഇത്രയും കാര്യങ്ങളാണ് അപ്പം ടെക്സ്ചർ റൊട്ടേഷനിൽ പറയാനുള്ളത്.